ഒരു പ്രൊമോഷൻ കൊടുക്കുന്നില്ല, നമ്മളങ്ങനെ വൈകിച്ചുകൊണ്ട് പോകും, ഇത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, നമുക്കറിയാം ഇവൻ പെർഫോം ചെയ്യുന്നില്ല, പറയാത്തടത്തോളം അയാൾക്ക് ആദ്യമാണ് എന്തുകൊണ്ട് എൻ്റെ പ്രൊമോഷൻ വൈകുന്നു, എനിക്കിവിടെ ഗ്രോത്ത് ഇല്ലേ. അത് വൺ ഓഫ് ദി ക്രൈറ്റീരിയാസ് ആണ്, അത് റെസ്പെക്റ്റ് ആണ്. അതെ, അതിന് ബിയോണ്ട് ആയിട്ടുള്ള വാല്യൂ ആണ് പലപ്പോഴും ഈ റെക്കഗ്നിഷനിലൂടെയും അവർക്ക് കൊടുക്കുന്ന സ്ഥാനക്കയറ്റത്തിലൂടെയും ഒരു പാർട്ടി വിളിച്ചു കൊടുക്കുന്നു. ഇപ്പം നമ്മൾ ഈ മന്തിൽ നമ്മളുടെ ടാർഗറ്റ് വെച്ചാൽ നിങ്ങൾ ഷിപ്പിൻ്റെ ഒരു യാത്ര നിങ്ങൾ ഓഫർ ചെയ്തു. ഇറ്റ് ഈസ് ആക്ച്വലി റെക്കഗ്നിഷൻ. അവരത് അച്ചീവ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ലക്ഷ്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അവർക്കുള്ള റെക്കഗ്നിഷൻ ആണത്. അത് കണ്ടിട്ടാണ് ആ ഒരു വർക്കിലോട്ട് അവർക്ക് പ്രചോദനം ഉൾക്കൊണ്ട് അവര് ഒരു ടീമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് മണി, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അപ്രീസിയേഷൻ, നിങ്ങൾ പറഞ്ഞില്ലേ ഒരു സ്ഥാനക്കയറ്റം, അല്ലെങ്കിൽ ഒരു വലിയൊരു ഫെസ്റ്റിവൽ പോലെ ഒരു ആഘോഷം, ഒരുപാട് ഇത് നമ്മളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതും നമ്മളാണ് ചിന്തിക്കേണ്ടതും. ഇത് എങ്ങനെ നമ്മളെ ടീമിനെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും, അതെ, അവർക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ കൊടുക്കാൻ പറ്റും. ഒരു താമസിക്കുന്ന സ്ഥലമായാൽ പോലും അവരുടെ ടൈം ഇതിന് ശേഷം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ അറിയണം. ആ ഭാഗം ഒന്നും ശ്രദ്ധിക്കാതെ ഇവർ ഷോപ്പിൽ വരുന്ന സമയത്ത് മാത്രം അവരെ കൊണ്ട് കൃത്യമായി ടാസ്ക് ചെയ്യിച്ചുകൊണ്ട് കാര്യമില്ല. ഏതായാലും അപ്രീസിയേഷന്റെ ഭാഗം ഇനിയും അവിടെ കുറച്ചും കൂടി ഇൻഡെപ്ത് പോവുകയാണെങ്കിൽ നൈസ് അനാലിസിസ്, നമ്മുടെ ഇന്റേണൽ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ടീമിന് വേണ്ടിയിട്ട് എന്താണ് നൈസ് അനാലിസിസ്, അവരുടെ നീഡ് എന്താ, അവരുടെ ആവശ്യങ്ങൾ എന്താ, ഇൻട്രസ്റ്റ് എന്താണ്, താല്പര്യങ്ങൾ എന്താണ്, അവരുടെ കൺസേൺസ് എന്തൊക്കെയാണ്, അവരുടെ കൺസേൺ ചെയ്യുന്ന ബോധർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണ്, NICE. ഈ നൈസ് അനാലിസിസ് നമ്മൾ ഓരോരുത്തരുടെയും നടത്തണം എന്നുള്ളതാണ് നമ്മളുടെ ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. വാസ്തവമാണത്. അപ്പോൾ അതിനും നമ്മൾ സമയം കണ്ടെത്തണം, നമ്മുടെ സിസ്റ്റത്തിലോട്ട് അത് കൊണ്ടുവരണം. ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഇതെല്ലാം മാറാം. അതെ, നീഡ്, ഇൻട്രസ്റ്റ്, കൺസേൺസ്, എക്സ്പെക്ടേഷൻസ് എല്ലാം മാറും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാവണമെന്നില്ല അവർക്ക് പ്രചോദനം കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഈ പ്രചോദനങ്ങൾക്കൊക്കെ ഒരു കാലയളവുണ്ട്. അപ്പം ഒരാൾക്കൊരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ വേണ്ട ഒരു സ്ഥാനക്കയറ്റം കൊടുത്തു, പൈസ അല്ലെങ്കിൽ ഒരു ലെറ്റ്സ് സാലറി 50,000 എന്നുള്ളത് 60 ആക്കി. നോർമൽ കേസിൽ ഒരു 70% സെനാരിയോയിലും അടുത്തൊരു 3 മാസത്തിന് ആ വ്യക്തി നല്ല രീതിയിൽ എഫക്റ്റ് കൊണ്ടുവരും. കാരണം മാനേജ്മെന്റിനെ കൺവിൻസ് ചെയ്യണം യു ഹാവ് ടേക്കൺ ദ റൈറ്റ് ഡിസിഷൻ. അതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ പ്രയോറിറ്റി ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്രവണത കാണാറുണ്ട്. മനസ്സിലായില്ലേ? അതെ. അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാത്ത രീതിയിൽ, കാരണം അവിടെ വീണ്ടും ഈ നൈസ് മാറി. അതാണ് അവിടുത്തെ വാസ്തവം. അത് അയാളുടെ തെറ്റല്ല. അവിടെ നമ്മൾ അയാളുടെ നൈസ് വീണ്ടും നടത്തി എന്താണ് ആ മാറ്റങ്ങൾ വരുന്നത്, ആ മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ക്ലാരിറ്റി നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താണ് കൊടുക്കണം. ഇവിടെയൊക്കെ തന്നെ ഈ റിവ്യൂ നൈസ് അനാലിസിസ് ഒന്നുകൂടി വിശദമാക്കാവുന്നതാണ്. കാരണം നമ്മുടെ ശ്രോതാക്കള് നമുക്ക് നമ്മുടെ സാറ് പറഞ്ഞതുകൊണ്ട് അത് അത്ര ഉള്ളിൽ കയറി നിന്ന സാധനമാണ്, ഒരുപാട് കേട്ടതല്ലേ. നമ്മളത് സ്ഥിരമായിട്ട് കേൾക്കുന്നതുകൊണ്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ പോലും അയാളുടെ നൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുക. അവരുടെ നീഡ് എന്ന് പറയുന്നത്, ചില ആളുകൾക്ക് അവരുടെ നീഡ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു വർക്ക് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. എസ്പെഷ്യലി നമ്മളുടെ കേരള സൈഡ് ആറ്റിറ്റ്യൂഡിൽ ഹസ്ബൻഡ് വരും ഇൻ്റർവ്യൂവിന്, വൈഫിൻ്റെ ഇൻ്റർവ്യൂവിന് ഹസ്ബൻഡ് കൂടെ വരും. വൈഫ് ഇവിടെ ഉള്ളിലുള്ള 360 ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് സ്ഥാപനത്തിന് പുറത്തുള്ളൊരു 360 റിവ്യൂ ആണ്. എൻ്റെ വൈഫ് സേഫ് ആണോ, ഇവിടുത്തെ ആളുകൾ കുഴപ്പക്കാരാണോ. ഒരു 10 ഷോപ്സിനോടും ചെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ 10 ഓഫീസിൽ ചെന്ന് ചോദിക്കും എൻ്റെ വൈഫ് അവിടെ കേരളത്തിൽ ചെറിയൊരു സംഭവം എന്റെ മുമ്പിൽ ഫേസ് ചെയ്തതാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഈ ഹസ്ബൻഡ്സ് ഒന്നും ആദ്യം ഇന്റർവ്യൂവിന് വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്ക് ഹസ്ബൻഡ്സ് തീരുമാനിച്ചു ഇവിടെ അതിനുള്ള സെക്യൂരിറ്റി ഒന്നുമില്ല, നമുക്ക് വളരെ ബുദ്ധിമുട്ടിയത് ഇതിന് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നൈസ് കൊണ്ടും. അതെ, അപ്പോൾ എന്താണ് അവരുടെ നീഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. എനിക്ക് തോന്നുന്നു ഇതിലും നല്ലൊരു എക്സാമ്പിൾ വേറെ അല്ല. അതെ, അപ്പോൾ അത് അവരുടെ നീഡ്, അവരുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, അവരുടെ താല്പര്യങ്ങൾ. ഈ താല്പര്യങ്ങൾ അവർ പുറത്ത് കാണിക്കണം എന്നില്ല, അത് നമ്മൾ എടുക്കണം. ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ജോബിന് ഒരു ഫ്രഷർ വരുമ്പോൾ
നിങ്ങൾ എങ്ങനെ അവരെ അനലൈസ് ചെയ്യും? അവർക്കൊരു ഹിസ്റ്ററി ഇല്ല, എക്സ്പീരിയൻസ് ഇല്ല. എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഇൻ്റർവ്യൂവിൽ ഇവർക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്? അവരെ കൊണ്ട് ഈ പ്രോഡക്റ്റ് എടുത്ത് സെയിൽ ചെയ്യുന്ന പറഞ്ഞാൽ അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റിക്കൊള്ളണം ഇല്ല. നമ്മൾ അസോസിയേറ്റ് ചെയ്യും അവരുടെ താല്പര്യങ്ങൾക്ക്. എന്താണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ്? ഞങ്ങൾ ഒരുപാട് സംസാരിക്കും. നമുക്കൊരു മാർക്കറ്റർക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് ആളുകളോട് സംസാരിക്കും, പോയി ചെന്ന് ഹിറ്റ് ചെയ്യാനുള്ളൊരു കഴിവ്. അതിനുള്ള കഴിവുണ്ടോ? ആ കഴിവുണ്ടോ എന്നുള്ളത്. കാരണം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒരു സാധനം ഈ ഒരു മാർക്കറ്റിംഗ് ഇതിലോട്ട് ജോബിലോട്ട് പോകണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നമ്മൾ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതെല്ലാം ഉള്ളിലുള്ള കാര്യങ്ങളാണ്, ഉള്ളിൽ ചെക്ക് ചെയ്യാന്ന് പറയും. അപ്പം അവരുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്? അവർക്ക് ചെസ്സ് കളിക്കുന്നതാണോ ഇഷ്ടം, അതോ ഫുട്ബോൾ ക്രിക്കറ്റ് പോലുള്ള ടീം വർക്കിലാണോ ഇഷ്ടം? അപ്പം നമുക്ക് ഇൻഡിപെൻഡന്റ് പ്ലെയർ ആണോ, ഗ്രൂപ്പ് പ്ലെയർ ആണോ? ഇതൊക്കെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. നമ്മൾ നമ്മുടെ ജഡ്ജ്മെന്റ് ആണ്. വീട്ടിൽ എങ്ങനെയാണ്, സമൂഹത്തിൽ എങ്ങനെയാണ്, ഈവൻ നിങ്ങൾ അവസാനമായിട്ട് ആരോടാ വഴക്കുണ്ടാക്കിയത്? ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ, നമുക്ക് അതൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ അവസാനമായത് വിഷമിച്ചത് അല്ലെങ്കിൽ കരഞ്ഞത് എപ്പോഴാണ്? നിങ്ങൾ സമൂഹത്തിൽ ഒരു പ്രോബ്ലം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും പ്രതികരിക്കാറുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴാണ്, എന്താണ് നിങ്ങൾ ചെയ്തത്? ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് ഇതൊക്കെ അവരുടെ താല്പര്യങ്ങളും അവരുടെ ഉള്ളിലുള്ള വിഷയങ്ങൾ. നമ്മൾക്ക് അല്ലാതെ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അവർക്ക് ഹിസ്റ്ററി ഇല്ല, പുറത്തേക്ക് വരില്ല, അതൊക്കെ മറച്ചു വെക്കും അവര്. ഇത്തരം ഒന്നും കൂടെ ഡെപ്തായ ചോദ്യങ്ങൾ വന്നാലേ പുറത്തേക്ക് വരും. ക്രിക്കറ്റ് പ്ലെയർ ആണ്, ഓക്കെ, നിന്റെ ടീമിൽ ആരാണ് ഏറ്റവും നന്നായി കളിക്കുന്നത്? അപ്പോൾ ഇന്നയാളാണ്. അവരെന്നെയാണോ നിങ്ങളുടെ ക്യാപ്റ്റൻ? അല്ല. അവ എന്തുകൊണ്ടാണ് ഏറ്റവും നല്ല കളിക്കാരൻ ക്യാപ്റ്റൻ അല്ലാത്തത്? അപ്പോൾ അവരവരുടെ വീക്ഷണങ്ങൾ പറയും. എന്താണോ അവരുടെ ലൈഫിലൂടെ അവർ പോയിരിക്കുന്നത്, ആ വീക്ഷണങ്ങൾ നമുക്കിവിടെ ഒരു ബിസിനസ് സിറ്റുവേഷനിലോട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ പിന്നെ ഇതിലെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ഇന്റർവ്യൂ വരും. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇന്റർവ്യൂവിന് വരുമ്പോൾ നമ്മൾ അവരുടെ നമ്മളിപ്പോൾ UAE ആയതുകൊണ്ട് ലാംഗ്വേജ് മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. പക്ഷെ ഒരേ ഒരു ചോദ്യം ചോദിക്കും നമ്മൾ, എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് വെച്ച് കൊടുത്തിട്ട് പറയും മറ്റു ഷോപ്പുകളിൽ ഈ പ്രൊഡക്റ്റിന്റെ വില 50 ദിർഹംസ്, നമ്മുടെ ഷോപ്പിൽ ഇത് 60 ദിർഹംസാണ്, ഇതെങ്ങനെ വിൽക്കുമെന്ന് ചോദിക്കും. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് വിൽക്കേണ്ട രീതി പറഞ്ഞു തരുന്നവരുണ്ട്. ഇത് കഴിയില്ല, നമുക്ക് എന്തെങ്കിലും ലോസിന് തന്നെ കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നവരുണ്ട്. അത് ആ ഓരോരുത്തരുടെ ഇത് ആ ഒരു എന്താ പറയാ, അവിടെ നിന്നാണ് അവർ ഏത് രീതിയിലാന്ന് വെച്ചാൽ അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴായിരുന്നു അത് കിട്ടുക. അതെ, നമുക്കപ്പോ സിറ്റുവേഷൻ അപ്പൊ അവരുടെ താല്പര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ ഈ രീതിയിൽ അറിയണമെങ്കിൽ ഒരുപാട് ഇത് നമ്മൾ ഇന്റർവ്യൂല് ചെയ്യേണ്ട ചില ചോദ്യങ്ങളുടെ ഒരു എക്സാമ്പിൾ ഒക്കെയാണ് നിങ്ങൾ പറയുന്നത്. കാരണം എങ്ങനെയാണ് ഇവരെ ഇന്നർ കാര്യങ്ങൾ ഇതറിഞ്ഞില്ലെങ്കിൽ ഇവിടെയൊക്കെ വളരെ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ഉടനെ അങ്ങ് ജോലി കൊടുക്കും. ഒരു ചെറിയൊരു ഇന്റർവ്യൂടെ ജോലി നിനക്കത് ചെയ്യാൻ പറ്റുമോ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓൻ ചോദിച്ചു വന്നിട്ട് തന്നെ ഞാൻ സെയിൽസ്മാൻ ആയിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങ് കൊടുക്കും. എന്നിട്ട് ശേഷം നമ്മൾ 8000 ദിർഹംസ് ഒക്കെയാണ് ഇവിടെ ഒരാളുടെ വിസക്കുള്ള ചെലവ്. അതൊക്കെ കമ്പനി തന്നെ മുടക്കി. ഇവൻ ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ ആണെങ്കിൽ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യും. കാരണം അവൻ ഭയങ്കരമായിട്ട് ഇത് നമ്മളെ തെളിയിക്കണല്ലോ. ഏകദേശം വിസ അടിക്കുന്നതോടുകൂടി പിറ്റേ ദിവസം കാണാം ആള് പഴയ പോലെ ആയിരുന്നത്. നമ്മളിത് ഇഷ്ടം പോലെ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഇപ്പോഴാണ് ഇന്റർവ്യൂ ഒക്കെ നമ്മൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ഇത് നമ്മളെ ടീമിനും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മളെ ആളുകൾ ബിസിനസ്സിന്റെ ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിൽ അപകടങ്ങളിൽ വന്ന് വീഴാൻ പാടില്ല. ഇതുകൊണ്ടാണ് നിങ്ങളോട് വീണ്ടും അത്തരത്തിലുള്ള ചോദ്യങ്ങളെ കുറിച്ച് കുറച്ച് കൊടുക്കാൻ പറ്റും. അതിൽ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിൽ നമ്മളുടെ ഇൻ്റർവ്യൂ പാറ്റേൺ വരുമ്പോൾ നല്ല ഒരു പറ്റം ആട്ടിൻകൂട്ടങ്ങളെയാണ് നമ്മൾ അവിടെ ഹയർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പലപ്പോഴും ഈ പാലിൽ ഒരു തുള്ളി തൈര് വീണാലുണ്ടാവുന്ന അവസ്ഥയാണ്. നമ്മൾ ഇതിൽ ചില സ്ഥലങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മൾ എടുക്കും. അവർ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ പാലിനൊക്കെ കൂടി തൈരാക്കി മാറ്റും. അത് ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പം പലപ്പോഴും നമ്മൾ അതിന് ഫോഴ്സ്ഡ് ആവുന്നത്, എനിക്ക് അവിടെ ഒരാൾ ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രഷർ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഇതിലൊക്കെ നമ്മളെ സിസ്റ്റത്തിൽ വിട്ടുവീഴ്ചകൾ വരുത്തും. അത് അവിടെ ഒരാളെ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിലല്ല വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. നിങ്ങൾ അപ്പുറത്ത് എന്ത് പോരായ്മകളാണോ അത് ഫിക്സ് ചെയ്തിട്ട് സിസ്റ്റത്തിനെ തകർക്കാത്ത രീതിയിലുള്ള ഒരാളെ തന്നെ കൊണ്ടുവരണം. നമുക്ക് എന്തിനു വേണ്ടിയാണ് ആളെടുക്കുന്നതെന്ന് ആദ്യം തീരുമാനിക്കണം. എന്നിട്ട് അതിന് വേണ്ട ആളെടുക്കണം. അല്ലാതെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതിലോട്ട് കൊണ്ടുപോയി എടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇൻട്രസ്റ്റ്, അവരുടെ ഇൻട്രസ്റ്റ്
നമ്മൾ താല്പര്യം. ചില ആളുകൾക്ക് ഡാൻസ് ചെയ്യാൻ, ചില ആൾക്ക് പാർട്ടി ചെയ്യാൻ. ഇപ്പം ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാ സെക്കൻഡ് സാറ്റർഡേയ്സും പാർട്ടിങ് ഉണ്ടായിരുന്നു, കമ്പനി ഓഫർ ചെയ്യുന്ന പാർട്ടിങ് ഉണ്ടായിരുന്നു. അത് അവർ നമ്മളെ സോഷ്യലി മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യാനും പരസ്പരം ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും ജോബിൻ്റെ പ്രഷർ നള്ളിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഭയങ്കര രസമാണ്. ഒരാളും സാറ്റർഡേ ലീവ് എടുക്കില്ല, കാരണം അന്നാണ് പാർട്ടി. അത് പാർട്ടിക്ക് ഒരുപാട് പൈസ അവർ ചിലവാക്കുന്നു എന്നതിനേക്കാൾ ഉപരി നമുക്കൊരു ഗെറ്റ് ടുഗദറിനുള്ളൊരു സ്പേസ് അവിടെ ഒരുക്കുക എന്നുള്ളതായിരുന്നു വല്ലാത്തൊരു ബൂസ്റ്റായിരുന്നു. കമ്പനിയുടെ ആ ഒരു ഓൾമോസ്റ്റ് എല്ലാവരും ആക്റ്റീവായിരുന്നു. ചില ആളുകൾ ഉണ്ടെങ്കിൽ കൂടിയും അവർക്ക് ഉള്ളിൽ ഇഷ്ടങ്ങളുണ്ട് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആ രീതിയിലാണ് അവർ കാണുന്നത്. അത്ര ആക്റ്റീവ് അല്ലെങ്കിലും അവർ ഇൻവോൾവ് ആവും. എല്ലാവരും ഇൻവോൾവ് ആവുമ്പോൾ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മളൊരാൾ ചെന്നാൽ നമുക്ക് പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ നമ്മളോട് പഠിച്ചോളും. മനസ്സിലായില്ലേ? പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് ഞാൻ പറയാൻ കാരണം മറ്റേ തൈരായി മാറരുത്, നമ്മൾ അവരെ കൂടി എല്ലാം ഉഴപ്പത്തരം ചെയ്യരുത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിവുള്ള ആളുകളെ എടുക്കാൻ പാടുള്ളൂ. തൈരായാലും പഠിക്കുന്ന അവർ പുറത്തോട്ട് ചാടും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഇൻട്രസ്റ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കൺസേൺ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആധി. ഞാൻ പറഞ്ഞില്ല, മനസ്സെന്ന് പറയുന്നത് നോ 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 എന്ന് പറയുന്ന ഒരു സംഭവമാണ്. 6 മണിക്ക് പോകേണ്ട ഒരാൾ 8 മണിക്കാണ് ഓഫീസിൽ നിന്ന് വിട്ടു പോകുന്നത്, ലേഡിയാണ്. അത് അവർക്ക് ആദിയാണോ? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യമാണെങ്കിൽ എങ്ങനെ അത് നമുക്ക് കവർ ചെയ്യാം? സിറ്റുവേഷൻ ചിലപ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല. ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞ് ഹസ്ബൻഡിനെ ഞാൻ വരുത്തട്ടെ, നിങ്ങൾക്ക് അഡീഷണൽ ട്രാവൽ എക്സ്പെൻസസ് അലോ ചെയ്യാം. ഹസ്ബൻഡിനെ വരുത്തി കഴിഞ്ഞാൽ അവർ സെക്യൂർഡായി. ഞാൻ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പോൾ ഇവരുടെ കൺസേൺസ് എന്താണ്? നമ്മളൊരു പ്രൊമോഷൻ കൊടുക്കുന്നില്ല, നമ്മളങ്ങനെ വൈകിച്ചുകൊണ്ട് പോകും, ഇത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, നമുക്കറിയാം ഇവൻ പെർഫോം ചെയ്യുന്നില്ല. പറയാത്തടത്തോളം അയാൾക്ക് ആദ്യമാണ് എന്തുകൊണ്ട് എൻ്റെ പ്രൊമോഷൻ വൈകുന്നു, എനിക്കിവിടെ ഗ്രോത്ത് ഇല്ലേ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവരുടെ ആദികൾ എന്തൊക്കെയാണ് അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് തികഞ്ഞെടുക്കുക തന്നെ വേണം. തികഞ്ഞെടുക്കണം.